ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ യാത്ര ഞങ്ങൾ ഗുരുവായൂർക്കാണ്. അപ്പോൾ ഞങ്ങളുള്ളത് ഇപ്പോൾ ഒറ്റപ്പാലം സ്റ്റാൻഡിലാണ്. ഒറ്റപ്പാലം ടൗണിലെ രാവിലെ 6 മണിയുടെ കാഴ്ചയാണിത്. ആളുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ബസ്സുകളൊക്കെ നിരന്ന് നിൽക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. ബസ് വന്ന് ഞങ്ങളതിൽ കയറിപ്പോകാൻ നിൽക്കുകയാണ്. ബസ്സിൽ ഞങ്ങളങ്ങനെ കയറി ഇരുന്നിട്ടുണ്ട്. ഞങ്ങളങ്ങനെ ഗുരുവായൂരിലെത്തി. നടന്നങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അമ്പലത്തിനെ ലക്ഷ്യമാക്കിയിട്ട്. കിഴക്കേ നടയുടെ മുന്നിൽ എത്തിയിരിക്കുകയാണ്. നടപ്പന്തലിലൂടെ അമ്പലത്തിനെ ലക്ഷ്യമാക്കി നടന്നുകൊണ്ടിരിക്കുകയാണ്. നടപ്പന്തലിന് ഇരുവശത്തും കടകൾ ഒരുപാടുണ്ട്, ഓരോ സാധനങ്ങൾ വെക്കുന്നത്. നടപ്പന്തലിൻ്റെ 2 ഭാഗത്തും ഒരുപാട് കടകളുണ്ടായിരുന്നു. ടോയ്കളും ഫാൻസി ഡ്രസ്സുകളും മുല്ലപ്പൂമാലകളും എല്ലാം വിൽക്കുന്നത്. ഞങ്ങളങ്ങനെ അമ്പലത്തിൻ്റെ അടുത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. കല്യാണം നടക്കുന്ന മണ്ഡപത്തിന് മുന്നിലൂടെ ക്ലോക്ക് റൂമിനെ ലക്ഷ്യമാക്കി ഞങ്ങളങ്ങനെ നടക്കുകയാണ്. ക്ലോക്ക് റൂമിന് മുന്നിൽ നല്ല തിരക്കുണ്ടായിരുന്നു. ഒരു അരമണിക്കൂറൊക്കെ നിന്നിട്ടാണ് ഞങ്ങൾ സാധനങ്ങൾ വെച്ചത്. ഞങ്ങളങ്ങനെ തൊഴുത് ഭക്ഷണം ഒക്കെ കഴിച്ചാണ് തിരിച്ചിറങ്ങിയത്. അങ്ങനെ വീണ്ടും ഞങ്ങൾ ക്യൂ നിൽക്കുന്ന സ്ഥലത്തിന് മുന്നിലൂടെ മുന്നോട്ട് വരികയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഫാന് ഗുരുവായൂരാണെന്ന് തോന്നുന്നു. നല്ല വലിയ ഫാനാണ് ഇവിടെ ഉള്ളത്. കല്യാണ മണ്ഡപം ഒക്കെ ഒഴിഞ്ഞു കിടക്കുകയാണ്. മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ എന്തോ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. അത് കുറച്ച് നേരം ഞങ്ങൾ കണ്ടു. അവിടെ കുറേ ആളുകൾ ഇരുന്ന് കാണുന്നുണ്ടായിരുന്നു. ഞങ്ങൾ സൈഡിൽ നിന്നാണ് കണ്ടത്. ആളുകളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വന്നും ഇരിക്കുകയാണ്. അങ്ങനെ അമ്പലത്തിൻ്റെ മുന്നിലൂടെ കാണുന്ന കാഴ്ചയൊക്കെ കണ്ട് വീണ്ടും മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിലെ കുറച്ച് കാഴ്ചകളും കൂടി കാണുകയാണ്. തിരിച്ച് ഞങ്ങളങ്ങനെ 2 സൈഡിലുമുള്ള കടയിൽ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ നയന മനോഹരമായ കാഴ്ചകളാണ് നടപ്പന്തലിൻ്റെ 2 ഭാഗത്തുമുള്ള കടകളിൽ നിന്ന് നമ്മൾക്ക് കാണാൻ കഴിയുന്നത്. കായക്കുലകളൊക്കെ തൂക്കിയിട്ടിരിക്കുന്നു. മയിൽപ്പീലി, കണ്ണനിഷ്ടപ്പെട്ട സാധനങ്ങളെല്ലാം, പപ്പടം, അങ്ങനെയുള്ള ഒരുവിധം സാധനങ്ങളെല്ലാം കച്ചവടത്തിന് വെച്ചിട്ടുണ്ട്. നിലവിളക്ക്, വലിയ നിലവിളക്ക്, ഒരുപാട് ഫാൻസി സാധനങ്ങൾ, അമ്പലമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് ഫാൻസി സാധനങ്ങൾ ആണ് ഉള്ളത് കടകളിലെല്ലാം. മാലകൾ, ലോക്കറ്റുകൾ, ചെറിയ ചെറിയ ഫോട്ടോകൾ, പ്രതിമകൾ, കണ്ണൻ്റെ പ്രതിമകൾ, മോതിരം തുടങ്ങിയ മാലകൾ, അങ്ങനെ ഒരുവിധം എല്ലാ സാധനങ്ങളും ഉണ്ട്. നെറ്റിപ്പട്ടം, വിഗ്രഹങ്ങൾ, വിളക്കുകൾ, കുങ്കുമച്ചെപ്പ്,
കുങ്കുമച്ചപ്പ് സരി എടുത്ത് നോക്കുകയാണ്. ഞങ്ങളങ്ങനെ 2 കുങ്കുമച്ചപ്പൊക്കെ വാങ്ങിച്ചു. പിന്നെ നല്ലൊരു നെറ്റിപ്പട്ടത്തിൻ്റെ ഇത് കണ്ടു. അങ്ങനെ എല്ലാ കാഴ്ചകളും കണ്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കിഴക്കേ നടയുടെ കവാടത്തിൻ്റെ അരികിലേക്ക് നീങ്ങുകയാണ് ഞങ്ങൾ. വീണ്ടും കുറച്ച് കടകളെത്തിയപ്പോൾ അവിടെ തൂക്കുപാത്രമൊക്കെ കണ്ടിട്ട് സരി നോക്കുകയാണ്. അതിൽ ഇഷ്ടപ്പെട്ട് തോന്നുന്നുണ്ട്. ഒരെണ്ണെടുത്ത് പൊക്കി കാണിക്കലൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനത് വാങ്ങിക്കാനൊന്നും സമ്മതിച്ചില്ല. അങ്ങനെ അങ്ങോട്ട് പോന്നു. തൂക്കുപാത്രമൊക്കെ നമ്മുടെ നാട്ടിലും കിട്ടുമല്ലോ. ഗുരുവായൂർ പോയിട്ട് അവിടെ തൂക്കുപാത്രം വാങ്ങണ്ട എന്നുള്ള നിലയ്ക്ക് വാങ്ങിച്ചില്ല. വീണ്ടും അങ്ങനെ ഒരു ബേക്കറി പോലുള്ള ഒരു ഷോപ്പിൻ്റെ മുന്നിലെത്തി. അവിടുന്ന് അങ്ങനെ ചെറിയ കൃഷ്ണൻ്റെ വിഗ്രഹം, ഈലയൊക്കെ വെച്ചിട്ടുള്ള വിഗ്രഹത്തിൻ്റെ മുന്നിലൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നിറച്ച് ബാഗുകളും ചെറിയ കുട്ടികളുടെ ഉടുപ്പുകളും പിന്നെ വിഷുക്കണി റെഡിമെയ്ഡാണ് കേട്ടോ, ഒറിജിനൽ വിഷുക്കണിയല്ല. ആർക്കും ടാറ്റയൊക്കെ കാട്ടുന്നുണ്ട് സരി. നല്ല സെറ്റ് മുണ്ടുകളും ഒക്കെ ഉണ്ട് സൈഡിൽ. കണ്ണിന് വളരെ ഇമ്പമുള്ള കാഴ്ചകൾ തന്നെയാണ് കടകൾ തരുന്നത്. ഒരു ബാഗ് കണ്ടപ്പോൾ കയറിപ്പോയിട്ട് ചോദിക്കുകയാണ് എന്താ വില എന്നൊക്കെ. ഞങ്ങളങ്ങനെ ഒരു പപ്പടം വിൽക്കുന്ന ഒരു ഷോപ്പിൻ്റെ മുന്നിൽ എത്തിയിരിക്കുകയാണ്, ഗുരുവായൂർ പപ്പടം. ഞങ്ങളങ്ങനെ പപ്പടം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ 1-2 പാക്കറ്റ് പപ്പടം വാങ്ങിച്ചു. എന്നിട്ടാണ് അവിടുന്ന് കടയിൽ നിന്ന് പോകുന്നത്. അങ്ങനെ വീണ്ടും ഞങ്ങൾ കവാടത്തിൻ്റെ മുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഗേറ്റൊക്കെ കടന്നിട്ട് പോയി. അങ്ങനെ കവാടത്തിൻ്റെ മുന്നിൽ ഏകദേശം എത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ തിരിച്ചിറങ്ങി കവാടത്തിൻ്റെ മുന്നിൽ എത്തിയിരിക്കുകയാണ്. വീണ്ടും ബസ് സ്റ്റാൻഡിനെ ലക്ഷ്യമാക്കി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫുട്പാത്തിലൂടെ നടന്നു നീങ്ങുമ്പോൾ വീണ്ടും കണ്ണിനിമ്പമുള്ള കാഴ്ചകൾ തന്നെയാണ് ഗുരുവായൂരിലെ കടകൾ തന്നുകൊണ്ടിരിക്കുന്നത്. ഗുരുവായൂർ ക്ഷേത്ര പ്രവേശന സത്യാഗ്രഹത്തിൻ്റെ സ്മാരക AKG കവാടമാണ് ഇത്. നടന്ന് വയ്യാണ്ടായില്ലേ? വണ്ടി എടുത്താൽ മതിയായിരുന്നു. പക്ഷേ വെയിൽ കാരണം വണ്ടി എടുത്താണ്ട് ഫോൺ അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത കാരണം ഒന്നും എടുക്കാൻ പറ്റാണ്ടായി. ഇന്ദിരാഗാന്ധി ടൗൺ ഹാളാണ്. ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തേക്ക് ഞങ്ങളങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് എത്തിയപ്പോഴാണ് മനസ്സിലായത് ബസ് സ്റ്റാൻഡ് പണി നടക്കുക എന്നത്. അതുകൊണ്ട് റോഡിൽ തന്നെയാണ് ബസ്സുകൾ നിന്നിരുന്നത്. ബസ് സ്റ്റാൻഡ് പണി, ഇതിൻ്റെ ഉള്ളിലാണ് ബസ് സ്റ്റാൻഡ് പണി നടന്നുകൊണ്ടിരിക്കുന്നത്. നല്ല വെയിൽ കാരണം കൊണ്ട് നല്ല ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ബസ്സിൻ്റെ അടുത്തേക്ക് ഞങ്ങൾ നടന്ന് പോകുകയാണ്. റോഡ് ക്രോസ് ചെയ്തിട്ട് വേണം ബസ്സിൻ്റെ അടുത്തേക്ക് എത്താൻ. ഈ ബസ്സിൽ കയറി ഞങ്ങളങ്ങനെ നാട്ടിലേക്ക് തിരിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതിലും നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരാം.